ഹോർമുസിൽ ചരക്ക് കപ്പലിന് നേരെ വീണ്ടും മിസൈൽ ആക്രമണം. ഒമാന്റെ ദഹിദ് തീരത്തോട് ചേർന്നാണ് ആക്രമണം ഉണ്ടായത്. ഇറാൻ അമേരിക്ക ധാരണയ്ക്ക് ശേഷം ഇതാദ്യമായാണ് ആക്രമണം ഉണ്ടാകുന്നത്. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി. സുരേഷ്, എല്ലാം ശാന്തമായി എന്ന് കരുതുമ്പോഴാണ് ഹോർമുസിൽ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുന്നത്, അതും സുരക്ഷിത പാത എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ആശ്വാസത്തിന്റെ ദിവസങ്ങളിലൂടെ പശ്ചിമേഷ്യയും ലോകം മുഴുവനുമായി കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഈ ഒമാന്റെ തീരത്തു നിന്നും ഒമാന്റെ ദാഹിദ് തീരത്തു നിന്നും ഏതാണ്ട് ഒരു 7.5 നോട്ടിക്കൽ മൈൽ അകലെയാണ് ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ചരക്ക് കപ്പലിന്റെ എഞ്ചിൻ ഭാഗത്തേക്കായിരുന്നു മിസൈൽ ആക്രമണം. ആൾനാശം ഉണ്ടായിട്ടില്ല, പക്ഷേ കപ്പലിന് കേടുപാട് സംഭവിച്ചു എന്നുള്ളതാണ് UK മാരിടൈം ഓർഗനൈസേഷൻ അറിയിക്കുന്നത്. ഏതായാലും ഈ ഒരു മേഖലയെ സംബന്ധിച്ച് കഴിഞ്ഞ 1-2 ദിവസമായി ഒമാനും ഇറാനും തമ്മിൽ വലിയ തർക്കം നടക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെ ചരക്ക് കപ്പലുകൾ കടന്നു പോകുന്നതിന് കാലതാമസം ഉള്ളത് കൊണ്ട് തന്നെ ഒമാനും UN ചേർന്ന് ഒരു ബദൽ പാത കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു. 2 ഭാഗത്തേക്കും ഫീസ് ഒന്നും കൊടുക്കാതെ ചരക്ക് കപ്പലുകൾ കടത്തിവിടുമെന്നാണ് ഒമാനും UN അറിയിച്ചിരുന്നത്. ഇതിനെതിരെ ശക്തമായിട്ട് വിമർശനവുമായി ഇറാൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു. കാരണം ഹോർമുസിലൂടെ ഏതെങ്കിലും വിധത്തിലുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കണമെങ്കിൽ അത് ഇറാനുമായി കൂടിയാലോചിക്കണമെന്നുള്ളതായിരുന്നു നിർദ്ദേശം. അതും ഇല്ലാത്ത വിധത്തിലുള്ള ഏതൊരു കപ്പൽ യാത്രയും അത് അപകടകരമാണെന്നാണ് നൽകിയിരുന്നത്. അതിനുശേഷം മണിക്കൂർക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഏത് ഭാഗത്തു നിന്ന് ആക്രമണം നടത്തിയെന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. അതിന്റെ വിവരങ്ങളൊക്കെ വരേണ്ടതുണ്ട്. മറ്റൊന്ന്, ലെബനോണിലും ശക്തമായിട്ടുള്ള ഒരു ആക്രമണം ഇന്ന് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. 3 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഒരാൾ മരിക്കുകയും ചെയ്തു. കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ ലെബനോണിൽ 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് ലെബനോൺ വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയും ഇത് പറയുന്ന കാര്യവും ഏറ്റവും പ്രധാനമാണ്. കാരണം ലെബനോണിൽ നിന്നും ഇസ്രായേൽ തൽക്കാലം പിന്മാറില്ല. ഹെസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിച്ചതിന് ശേഷം മാത്രമേ പിന്മാറുകയുള്ളൂ എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു സമാധാന ചർച്ചകളൊക്കെ പല തലത്തിൽ പല രാജ്യങ്ങളിലായിട്ട് നടക്കുമ്പോൾ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത് ഈ സമാധാന ചർച്ചകൾ എന്താകുമെന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്. ആശങ്ക തന്നെയാണ്. വീണ്ടും പശ്ചിമേഷ്യയിൽ ഹോർമുസിൽ വീണ്ടും മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത.